ഹായ് എവ്രി വൺ. അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയൊക്കെയാണ്, ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈനിങ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, പ്ലസ് വൈൻഡിങ് മെഷീൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് മെഷീൻ, ഒരു വൈൻഡിങ് മെഷീൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, റീവൈൻഡിങ് ഓഫ് എ സ്മോൾ ട്രാൻസ്ഫോമർ. റെക്കോർഡിങ് ദ ഡാറ്റ. നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് എന്തെങ്കിലും ഇൻസുലേഷൻ കംപ്ലയിൻറ്റോ എന്തെങ്കിലും ഉണ്ടായി നമ്മളതിനെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ഡാറ്റാസ് എന്തൊക്കെയാണ്, നമ്മൾ വൺസ് അത് ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഫോളോയിങ് ഡാറ്റ ഹാസ് ടു ബി ടേക്കൺ ഫ്രം ദി ട്രാൻസ്ഫോമർ ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദി ഡിസംബ്ലി. അപ്പോൾ അസംബിൾ ചെയ്യുന്ന സമയത്തേക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്പർ ഓഫ് വൈൻഡിങ്സ്, ടേൺസ് ആൻഡ് ലെയേഴ്സ്, എത്ര വൈൻഡിങ് ആണുള്ളത്, അതുപോലെ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ഓരോ വൈൻഡിങ്ങിലും, നമ്പർ ഓഫ് ലെയേഴ്സ് എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ സൈസ് ഓഫ് വയേഴ്സ് ആൻഡ് ഇൻസുലേഷൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആൻഡ് കറണ്ട്, KVA റേറ്റിംഗ്, കണക്ഷൻ ഡയഗ്രാം, ടെർമിനൽ മാർക്കിംഗ്, ലീഡ് പൊസിഷൻ ആൻഡ് ടൈപ്സ് ഓഫ് കോർ, നമ്പർ ഓഫ് സ്റ്റാമ്പിംഗ്, ഏത് ടൈപ്പ് കോറാണ് യൂസ് ചെയ്യുന്നത്, അതിൽ എത്ര സ്റ്റാമ്പിങ് എത്ര എണ്ണം വരുന്നുണ്ട്. ദെൻ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ബോബിൻ ഓർ കോർ, നമ്മൾ കോയിൽ വൈൻഡ് ചെയ്യുന്ന ബോബിൽ അല്ലെങ്കിൽ ചെറിയ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ബോബിൻ എന്ന് പറയും, വലിയ ട്രാൻസ്ഫോമറുകൾക്കാണെങ്കിൽ കോറിന് ഫിസിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണ്. ദെൻ ഇൻസുലേഷൻ സ്കീംസ് ലൈക്ക് സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ബൈൻഡിങ്സ്, ലെയർ, ഇന്റർ വൈൻഡിങ്സ്, ബോബിൻ, ലീഡ് വയേഴ്സ്, ലീവ്സ് എക്സെട്ര. അതുപോലെയുള്ള മൊത്തം ഇൻസുലേഷൻ സ്കീമുകൾ, അതുപോലെ സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ബൈൻഡിങ്സിൻ്റെയും ഇന്റർ വൈൻഡിങ്സിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷനും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ദെൻ മെത്തേഡ് ഓഫ് സ്റ്റാക്കിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ. ബിഫോർ സ്റ്റാക്കിംഗ് ദ കോർ, സ്റ്റാമ്പിങ്സ് ഷാൾ ബി ചെക്ക്ഡ് ഫോർ ഡെൻറ്റ്, ബെൻഡ് ആൻഡ് കോർ ഇൻസുലേഷൻ. ഇപ്പം നമ്മൾ കോർ സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് സ്റ്റാമ്പിങ് ഷുഡ് ബി ചെക്ക്ഡ് ഫോർ എന്തെങ്കിലും സ്റ്റാമ്പിങ്ങിൻ്റെ അകത്ത് നമ്മൾ തിരിച്ച് രണ്ടാമത് സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതാത് കോർ സ്റ്റാമ്പിങ്സിൽ എന്തെങ്കിലും ഡെൻസ് എന്ന് പറയുമ്പോൾ ചെറിയ കുഴികളൊക്കെ ഫോം ചെയ്യുന്നതിനെയാണ് ഡെൻറ്റ് എന്ന് പറയുന്നത്. ഡെൻറ്റോ അല്ലെങ്കിൽ സ്റ്റാമ്പിങ്ങിനകത്ത് ബെൻഡുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വളവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ആൻഡ് കോർ ഇൻസുലേഷനും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. Dents on the core shall be removed and any mangled core shall be set right. ഇപ്പോൾ ഡെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. പിന്നെ അതെന്തെങ്കിലും മാങ്കിൾഡ് ആയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള കോർ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം. ആൻഡ് സ്റ്റാക്കിംഗ് ഷാൽ ബി ഡൺ ആസ് ഇൻ ദ ഒറിജിനൽ സീക്വൻസ് ആൻഡ് പാറ്റേൺ. നമ്മൾ ആദ്യമേ ഊരിയെടുക്കുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒറിജിനൽ സീക്വൻസ് ഏതാണോ അതേ സീക്വൻസിൽ തന്നെ അതിനെ തിരിച്ച് സ്റ്റാക്ക് ചെയ്യുകയും ഒരേ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഡിസൈനിങ് എ ട്രാൻസ്ഫോമർ, നമ്മൾ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1, ഒരു ചെറിയ പവർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുമ്പം ഫൈൻഡ് ദി ടോട്ടൽ ഔട്ട്പുട്ട് പവർ ഫ്രം ദി ലോഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് വോൾട്ടേജ് നമുക്കറിയാം, കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ആകും. ഇത് രണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പവർ ഔട്ട്പുട്ട് മെഷർ ചെയ്യണം. പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ P2 = E2 × I2. ഇപ്പോൾ പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യണത്, ലോഡ് വോൾട്ടേജ് 240 വോൾട്ടാണ്. സെക്കൻഡറി വോൾട്ടേജ് 6 വോൾട്ടാണ്. പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ടും അതുപോലെ സെക്കൻഡറി വോൾട്ടേജ് 6 വോൾട്ടും ആണെങ്കിൽ ടോട്ടൽ സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയറാണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും, സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് 6 × 2 എന്ന് പറയുന്നത് 12 വോൾട്ട് ആംപിയറാണ് ഔട്ട്പുട്ടിൽ വരുന്ന പവർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് നമുക്ക് ഇൻപുട്ട് പവർ കാണണം. നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി 80-നും 90-നും ഇടയ്ക്കാണ് എഫിഷ്യൻസി വരാറുള്ളത്. നമുക്ക് എഫിഷ്യൻസി അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഔട്ട്പുട്ട് പവറിൽ നിന്നും ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാം. എന്താണ് എഫിഷ്യൻസി = ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവറാണ്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് പവർ = ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എഫിഷ്യൻസി എന്ന് കൊടുക്കാം. പെർസെൻറ്റേജ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ 80% ആണോ 90% ആണോ അതാണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന് കൂടെ നമ്മൾ ഡിവൈഡ് ബൈ ഒരു 100 കൂടി ചെയ്യണം. അതായത് P1 = 6 × 2 × 100 ഡിവൈഡഡ് ബൈ 80. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ 0.8, 6 × 2 ഡിവൈഡ് ബൈ 0.8 ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മേലെ 100 നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആൻസർ എന്ത് കിട്ടി, 15 വോൾട്ട് ആംപിയർ ആണ് ഇവിടുത്തെ ഇൻപുട്ട് പവർ എന്ന് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്വയർഡ് ക്രോസ് സെക്ഷൻ ഏരിയ. കോറിൻ്റെ റിക്വയർഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്,
പാരാമീറ്റേഴ്സ് ടു ബി നോൺ. ഇപ്പോൾ കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലെക്സ് ഡെൻസിറ്റി ഓഫ് ദി മെറ്റൽ യൂസ്ഡ് ഫോർ ലാമിനേഷൻസ്. ലാമിനേഷൻസിന് യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ ഫ്ലെക്സ് ഡെൻസിറ്റി എത്രയാണെന്ന് അറിയണം. ഫ്രീക്വൻസി ഓഫ് സപ്ലൈ അറിയണം. അലോവബിൾ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ വൈൻഡിങ് വയർ. ആ വൈൻഡ് ചെയ്യുന്ന വയറിനകത്ത് അലോ ചെയ്തിട്ടുള്ള കറണ്ട് ഡെൻസിറ്റി എത്രയാണ് എന്നറിയണം. ദെൻ പവർ ഇൻപുട്ട് ടു ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന പവർ ഇൻപുട്ട് എത്രയാണ് എന്നറിയണം. അതിനനുസരിച്ച് ഷെൽ ടൈപ്പ് ആണോ കോർ ടൈപ്പ് ആണോ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റിക്വയർഡ് ഫോർ എ ട്രാൻസ്ഫോമർ അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. ഒരു സ്പെസിഫൈ ചെയ്ത കണ്ടീഷനകത്ത് നമുക്കൊരു ക്രോസ് സെക്ഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? A = 3.8 × √P1 / B × F × S × 10⁻⁻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 ⁻
പറയുന്നത് ഫ്ലെക്സ് ഡെൻസിറ്റി ഇൻ ദ ടെസ്ലയാണ് യൂണിറ്റ്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സപ്ലൈ ഇൻ ഹേർട്സ് ആണ്. എസ് എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ഓഫ് ദ വൈൻഡിങ് വയർ. നമുക്ക് കറണ്ട് ഡെൻസിറ്റി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ് കറണ്ട് ഡെൻസിറ്റി വരുന്നത്. P1 എന്ന് പറയുന്നത് ഇൻപുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ ഇൻ വാട്ട്സ് ആണ്. The value of B could be determined from the following information depending upon the material with which the core is made. അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ആ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ചൊരു വാല്യൂ ആണ് നമ്മൾ ബിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമലായിട്ടും അയൺ മെറ്റൽ ഷീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിയുടെ വാല്യൂ എന്താണ്? 0.6 മുതൽ 0.8 ടെസ്ല വരെയാണ് നോർമൽ അയൺ മെറ്റൽ ഷീറ്റിൻ്റെ ബി വാല്യൂ വരുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി വാല്യൂ വരുന്നത്. ഡൈനാമോ സ്റ്റീൽ ഷീറ്റിൻ്റെ ആണെങ്കിൽ 1.2 to 1.3 വരുന്നുണ്ട്. ഹൈ അലോയ് ഷീറ്റ് ആണെങ്കിൽ 1.5 to 1.9 ടെസ്ല. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ ഉപയോഗിച്ച് അതിനനുസരിച്ച് ബിയുടെ വാല്യൂ സെലക്ട് ചെയ്യാം. കറണ്ട് ഡെൻസിറ്റി could be taken for super enameled copper wire for transformer is approximately as under. ഇപ്പോൾ സൂപ്പർ ഇനാമൽ കോപ്പർ വയറിൻ്റെ വയറുകളിലാണ് കോപ്പർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 2.5 kV ആംപിയർ ആൻഡ് എബവ് 1 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. 0.75 to 2.5 kV ആംപിയർ ആണെങ്കിൽ 1.5 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതുപോലെ 0.3 to 0.7 kV ആംപിയർ ആണെങ്കിൽ 2 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ബിലോ 0.29 kV ആംപിയർ ആണെങ്കിൽ 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഫോർ ഇൻ്റർമീഡിയറ്റ് വർക്കിംഗ് ദ കറണ്ട് കുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഫാക്ടർ 1.5. അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട് കറണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 1.5 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഈ കേസിൽ എക്സാമ്പിൾ വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? ഫോർ ദ ഇൻപുട്ട് ഓഫ് 15 വോൾട്ട് ആംപിയർ 15 വോൾട്ട് ആംപിയർ ഇൻപുട്ടിന് എങ്ങനെയായിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ? ഏരിയ ഈക്വൽ ടു 3.8 ഇൻറ്റു 50 റൂട്ട് ഓഫ് 15 ബൈ 0.8 ഇൻറ്റു 50 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻1 4.28 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് കിട്ടി. Assume a normal iron core of 0.8 Tesla is used and the current density is 3 ampere per millimeter square. ഒരു സാധാരണ അയൺ കോർ 0.8 ടെസ്ലയിലെ സാധാരണ അയൺ കോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഫോർ ദ കോർ ഏരിയ 4.248 സ്ക്വയർ സെൻറ്റിമീറ്റർ വി ക്യാൻ യൂസ് ദ കോർ ഓഫ് ഡയമെൻഷൻ ഹാവിങ് 20 mm ആസ് വിത്ത് ആൻഡ് കോർ തിക്നെസ് ഓഫ് 21 mm. അപ്പം കോറിൻ്റെ ഏരിയ 4.28 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഒരു കോർ ഓഫ് ഡയമെൻഷൻ 20 mm വിഡ്ത്തും കോർ തിക്നെസ് 21 mm ഉള്ള ഒരു കോർ ഡയമെൻഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ കോർ ഏരിയ 4.248 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള കോർ ഏരിയ അവൈലബിൾ ആക്കാവുന്നതാണ്. ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 20 ഇൻറ്റു 21 റെക്ടാങ്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അത് 20 വിഡ്ത്തും 21 തിക്നെസ്സും ആണെങ്കിൽ 20 ഇൻറ്റു 21 ചെയ്താൽ 420 സ്ക്വയർ mm എന്ന് കിട്ടും, അല്ലെങ്കിൽ 4.2 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വെക്കേണ്ട വാല്യൂനുമായിട്ട് സിമിലർ ആണ്. നമുക്ക് 4.248 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരുന്നു കിട്ടിയത് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇവിടെ ഏകദേശം അതിനടുത്തായിട്ട് തന്നെ 4.2 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നിയറസ്റ്റ് സൈസ് ഷീറ്റ് ഷുഡ് ബി സെലക്ടഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ സ്റ്റാമ്പിംഗ് ടേബിൾ. അപ്പോൾ സ്റ്റാമ്പിംഗ് ടേബിളിൻ്റെ സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് ഏറ്റവും അടുത്തേക്കുള്ള വാല്യൂ ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യാം. ഇത് നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് പെർ ടേൺ ആണ്. വോൾട്ടേജ് പെർ ടേൺ കണ്ടുപിടിക്കുക. അപ്പോൾ ഈയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 4.44 ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു എഫ് ഇൻറ്റു 10⁻⁻⁴ എന്നായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇ എന്ന് പറയുന്നതാണ് വോൾട്ടേജ് പെർ ടേൺ, ഫ്ലെക്സ് ഡെൻസിറ്റി ബി ഇൻ ടെസ്ല, ഏരിയ ഓഫ് ദ അയൺ കോർ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എ, ആൻഡ് ഫ്രീക്വൻസി ഇൻ ഹെർട്സ് എഫ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻ ഹെർട്സ് ആണ്.
നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാമ്പിൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൽ വരെ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക. E ഈക്വൽ ടു 4.44 ഇൻറ്റു 0.8 ഇൻറ്റു 4.24 ഇൻറ്റു, അതായത് 4.44 ഇൻറ്റു ബിയുടെ വാല്യൂ 0.8 പ്ലസ് എയിൻ്റെ വാല്യൂ എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു 4.24 ആണ്, ഇൻറ്റു ഫ്രീക്വൻസിയുടെ വാല്യൂ 50 ഇൻറ്റു 10⁻⁴ ചെയ്താൽ 0.0753 വോൾട്ട് ആണ് എന്ന് കിട്ടി. ദെൻ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ വോൾട്ടേജ് കിട്ടിയില്ലേ, ഇ എം എഫ് പെർ ടേൺ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്, EMF പെർ ടേൺ ആണ്. അങ്ങനെയാണെങ്കിൽ N1 ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ അവിടുത്തെ വോൾട്ടേജ് 240 ആണ്, 240 ഡിവൈഡഡ് ബൈ 0.053. EMF പെർ ടേൺ രണ്ടിൻ്റെയും എന്താണ്, സെയിം ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ N1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 240 ഡിവൈഡഡ് ബൈ 0.0753. 240 ബൈ N1 ആണ് 0.0753. അപ്പോൾ N1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 240 ഡിവൈഡ് ബൈ 0.0753. ആൻസർ 3187 നമ്പർ ഓഫ് ടേൺസ് എന്ന് കിട്ടും. സെക്കൻഡറി കോയിലാണെങ്കിൽ N2 ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 0.0753 80 ടേൺസ് ആണെന്നും കിട്ടും. ആഡ് 10% കോമ്പൻസേറ്റും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പും എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ N2 നമുക്ക് എന്താക്കിയെടുക്കാം, 88 ടേൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 6 എന്തായിരുന്നു, കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് ദ വയർ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവറിനനുസരിച്ചിട്ട് വയറിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ഇൻപുട്ട് പവർ P ഈക്വൽ ടു E ഇൻറ്റു I ആണ്, അല്ലെങ്കിൽ I ഈക്വൽ ടു P ബൈ I ആണ്. അക്കോർഡിംഗ് ടു ദ എക്സാമ്പിൾ ആണെങ്കിൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രൈമറി പവർ 15 ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ് 240 ചെയ്ത് കഴിഞ്ഞാൽ 0.0625 ആംപിയർ ആണ് പ്രൈമറിയിലുള്ള കറണ്ട് എന്ന് കിട്ടി. സെക്കൻഡറിയിലുള്ള കറണ്ട് ആണെങ്കിൽ I2 ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ സെക്കൻഡറി ഔട്ട്പുട്ട് പവർ എന്തായിരുന്നു 15 ആണ്, ഡിവൈഡ് ബൈ 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആംപിയർ എന്ന് കിട്ടി. ക്രോസ് സെക്ഷണൽ ഓഫ് പ്രൈമറി കണ്ടക്ടർ കൺസിഡറിങ് 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആസ് കറണ്ട് ഡെൻസിറ്റി വിൽ ബി A ഈക്വൽ ടു 0.0625 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 0.20833 mm². അപ്പോൾ പ്രൈമറി കണ്ടക്ടറിലെ കറണ്ട് ഡെൻസിറ്റി 3 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ച വാല്യൂ ആണ് A ഈക്വൽ ടു 0.0625 ഡിവൈഡ് ബൈ 3 അറ്റ് ഈസ് ഈക്വൽ ടു 0.020833 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് വരുന്നത്. ദെൻ ഡയമീറ്റർ എങ്ങനെയാണ്, ടേബിൾ അനുസരിച്ച് ഡയമീറ്റർ 0.1628 ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 0.160 mm ഡയ, 0.160 mm ഡയ ഉള്ള വയറാണ്, ഓർ 37 SWG എന്നും പറയും. ദെൻ 20 cross section of a secondary conductor considering 3 ampere per mm² as current density will be. നമ്മൾ സെക്കൻഡറിയുടെ പ്രൈമറിയുടെ കേസിലാണ് നമുക്ക് 0.160 mm ഡയ ഉള്ള വയറിനെ നമ്മൾ 37 SWG അല്ലെങ്കിൽ 37 SWGൻ്റെ വയർ സെലക്ട് ചെയ്തത്. ഇനി സെക്കൻഡറി കണ്ടക്ടറിൻ്റെ ആണെങ്കിൽ സെയിം കറണ്ട് ഡെൻസിറ്റി തന്നെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 2.5 ഡിവൈഡ് ബൈ 3 ആംപിയർ എന്ന് പറയുമ്പോൾ 0.8333 mm² എന്ന് കിട്ടി. ഡയമീറ്റർ എങ്ങനെയാണ്, 1.029 ആണ്. 1 mm ഡയമീറ്റർ ഉള്ള വയർ എടുത്താൽ മതിയാവും. ഹെൻസ് 19 SWG. അതുകൊണ്ട് തന്നെ അതിനെന്താ യൂസ് ചെയ്യണത്, 19 SWG വയറാണ് യൂസ് ചെയ്യണത്. ഇനി സ്റ്റെപ്പ് നമ്പർ 7 എന്ന് പറയുന്നത് എന്താണ്, ബോബിൻ സെലക്ട് ചെയ്യണം. ബോബിൻ സെലക്റ്റഡ് ഈസ് E1 60/21. നമ്മളിപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ബോബിൻ ഏതാണ്, E1 60/21 ആണ്. വിച്ച് സ്യൂട്ട്സ് ദ കോർ തിക്നെസ് ഓഫ് ദ സെൻട്രൽ ലിംബ്. സെൻട്രൽ ലിംബിൻ്റെ കോർ തിക്നെസ്സിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് അത് വരുന്നത്. ടേക്കൺ ഏർലിയർ അറ്റ് 21 mm ആൻഡ് കോർ വിഡ്ത്ത് ആസ് 20 mm. സെൻട്രൽ ലിംബ് നമ്മൾ എന്ത് ചെയ്യണം, 20 mm, earlier as 20 mm. I choose the core thickness of the central limb taken either as 21 mm and core width as 20 mm. അപ്പോൾ നമ്മൾ കോറിൻ്റെ വിഡ്ത്ത് 20 mm, തിക്നെസ് 21 mm ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മാച്ചായിട്ട് വരുന്ന രീതിയിൽ വേണം, സ്യൂട്ടായിട്ട് വരുന്ന രീതിയിൽ വേണം ബോബിന് സെലക്ട് ചെയ്യാനായിട്ട്. ബോബിൻ്റെ ചില സ്റ്റാൻഡേർഡ് ചാർട്ടുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദെൻ ചെക്ക്, എട്ടാമത്തതായിട്ട് ചെക്ക് ദ ഫീസിബിലിറ്റി ഓഫ് അക്കോമഡേറ്റിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിത്തിൻ ദ വൈൻഡിങ് സ്പേസ്. ഇനി ആ വൈൻഡിങ് സ്പേസിനകത്ത് പ്രൈമറിയും സെക്കൻഡറിയും വയറുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യണം. പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞത് എത്രയായിരുന്നു, 3187 ടേൺസ് ആയിരുന്നു. ഗേജ് ഓഫ് പ്രൈമറി എത്രയായിരുന്നു, 37 SWGൻ്റെ വയറാണ് നമ്മൾ യൂസ് ചെയ്തത്. As per the winding wire 37 SWG of 2820 turns.
2820 ടേൺസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ mm വയർ 1 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ വയർ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ അടുത്തേക്ക് വരുന്നത് ആസ് ഓഫ് 3187 ടേൺസ് സ്പേസ് റിക്വയർഡ് എത്രയാണ് 3187 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2820 1.130 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ദെൻ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് 88 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗേജ് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് 19 SWG ആണ്. ആസ് പെർ ദ വൈൻഡിങ് വയർ വെച്ചിട്ട് 19 SWG ഓഫ് 85 ടേൺസ് കുഡ് ബി അക്കോമഡേറ്റഡ് ഇൻ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ സ്പേസ്. 1 സ്ക്വയർ സെൻറ്റിമീറ്റർ സ്പേസിനകത്തേക്ക് 85 ടേൺസ് 19 SWGൻ്റെ 85 ടേൺസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ് സച്ച് ഫോർ 88 ടേൺസ് ദ സ്പേസ് റിക്വയർഡ്. അപ്പോൾ 88 ടേൺസിനായിട്ട് ആവശ്യമായിട്ട് വരുന്ന സ്പേസ് എത്രയാണ് 88 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 85 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.035 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് റിക്വയർഡ് ഫോർ ദ പ്രൈമറി പ്ലസ് സ്പേസ് റിക്വയർഡ് ഫോർ ദ സെക്കൻഡറി. അപ്പോൾ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും സ്പേസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയുമാണ് ടോട്ടൽ വൈൻഡിങ്ങിന് വേണ്ട സ്പേസ് എന്ന് കിട്ടും. ദെൻ ചോസ് ദ നെക്സ്റ്റ് ലാർജർ വൺ ഓഫ് ദി ട്രാൻസ്ഫോമർ ആൻഡ് ദി നെക്സ്റ്റ് ലാർജർ ബോബിൻ. അതിനേക്കാളും അതല്ല ഫിക്സായി നിൽക്കണം കറക്റ്റ് വാല്യൂവിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക. നെക്സ്റ്റ് ട്രാൻസ്ഫോമർ കോറിൻ്റെ വാല്യൂ കുറച്ച് കൂടുതൽ എടുക്കുക, അതേപോലെ ലാർജർ വാല്യൂ എടുക്കുക. ബോബിൻ്റെ സൈസും കുറച്ചും കൂടെ ലാർജർ എടുക്കുക. ബട്ട് ദർ ആർ നോ നെസസറി കൺസിഡറിങ് എക്കണോമി ആൻഡ് എക്സ്പീരിയൻസ്. ബട്ട് ദീസ് ആർ നോട്ട് നെസസറി. അതായത് ലാർജർ സൈസ് എടുക്കണം അല്ലെങ്കിൽ നെക്സ്റ്റ് ലാർജർ കോർ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റിങ്ങും സൈസും ഒക്കെ ഉള്ളത് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്യാവശ്യമൊന്നുമല്ല. കാരണം അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എക്കണോമിയിലെല്ലാം പിന്നെയും മാറ്റം വരാറുണ്ട്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ആഫ്റ്റർ റീവൈൻഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇൻസ്പെക്ട് ഫോർ പ്രോപ്പർ ടൈറ്റ്നസ് ഓഫ് ദ കോറിൻ്റെ പ്രോപ്പർ ടൈറ്റ്നസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്യണം. ആൻഡ് കോയിൽ ആസ് വെൽ ആസ് ദ പ്രോപ്പർ ടെർമിനേഷൻ ഓഫ് ദി എൻഡ് ലീഡ്സ്. കോയിലും അതുപോലെ കോറിൽ ദെൻ പ്രോപ്പർ ടെർമിനേഷൻ ഓഫ് ദി എൻഡ് ലീഡ്സ് എല്ലാം പ്രോപ്പറായിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, പ്രോപ്പറായിട്ട് ടൈറ്റ്നസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ദെൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ ദ വൈൻഡിങ് ആൻഡ് കോർ വിത്തിൻ 500 volts. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ മെഗർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ വൈൻഡിങ് ആൻഡ് കോർ വിത്ത് 500 volts മെഗർ ഷാൾ ബി ഇൻഫിനിറ്റി ആൻഡ് ഇൻ നോ കേസ് ബിലോ 1 omega ohm. നമ്മൾ അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വൈൻഡിങ്ങിനും കോറിനും ഇടയ്ക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഇൻഫിനിറ്റി ആവുക അല്ലെങ്കിൽ ഒരു കേസിലും അത് ബിലോ 1 ohm ആയി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ 500 voltsന് മേലേക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷൻ അവൈലബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ടെസ്റ്റ് ആണ്. കീപ്പിംഗ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ഓപ്പൺ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ടെസ്റ്റ് ചെയ്യാൻ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി നമ്മൾ ഓപ്പൺ ആക്കി വയ്ക്കുക. പ്രൈമറി കണക്ട് ചെയ്തിട്ട് ദ റേറ്റഡ് AC വോൾട്ടേജ് with the help of suitable voltmeters, but the primary or secondary winding voltage shall be measured. The readings so obtained shall be of the ratio designed. നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിനെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് പ്രൈമറിന് നമ്മൾ റേറ്റഡ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ വോൾട്ട്മീറ്ററും അതുപോലെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും വോൾട്ടേജസ് മെഷർ ചെയ്യുക. സ്യൂട്ടബിൾ വോൾട്ട്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും വോൾട്ടേജസ് മെഷർ ചെയ്യുക. ദ റീഡിംഗ് സോ ഒബ്റ്റെയിൻഡ് ഷാൾ ബി ഓഫ് ദ റേഷ്യോ ഡിസൈൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, അതായത് വോൾട്ട് മീറ്ററും ആ മീറ്ററും നമ്മൾ വെച്ചിട്ട് അതിൽ സെക്കൻഡറി വോൾട്ടേജും പ്രൈമറി വോൾട്ടേജും നമ്മൾ മെഷർ ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ചെയ്ത റേഷ്യോയ്ക്ക് സിമിലറായിട്ട് വേണം വരാനായിട്ട്. ദെൻ ലോഡ് ടെസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ലോഡ് ടെസ്റ്റ് ആണ്. ട്രാൻസ്ഫോമർ ഷാൾ ബി കണക്റ്റഡ് വിത്ത് എ സ്യൂട്ടബിൾ ലോഡ്. ട്രാൻസ്ഫോമറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോഡ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് ദ ഫുൾ സെക്കൻഡറി കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ അങ്ങനെ റേറ്റഡ് രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, സെക്കൻഡറിയിലൂടെ ഫുൾ സെക്കൻഡറി കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിരിക്കും. റേസ് ഇൻ ദ ടെമ്പറേച്ചർ ഷാൾ ബി നോട്ടഡ് ആൻഡ് ഇറ്റ് ഷാൾ ബി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഓഫ് ഇൻസുലേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ ഡിസൈൻഡ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ റേസ് ഇൻ ദ ടെമ്പറേച്ചറിൽ വരുന്ന റേസ് നമ്മൾ ചെക്ക് ചെയ്യണം.
ഷാൾ ബി നോട്ടഡ് ആൻഡ് ഇറ്റ് ഷാൾ ബി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഓഫ് ഇൻസുലേഷൻ. അത് ഇൻസുലേഷൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നതാണോ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇൻ ദ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്ത ട്രാൻസ്ഫോമർ നമ്മുടെ ലിമിറ്റ് ഓഫ് ക്ലാസ് ഓഫ് ഇൻസുലേഷൻ്റെ ഉള്ളിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ലോഡ് ദ ട്രാൻസ്ഫോമർ ഡയറക്റ്റ്ലി, ട്രാൻസ്ഫോമർ നമുക്ക് ഡയറക്റ്റ്ലി ലോഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ വരികയാണെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് എന്താ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യാം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. എന്നിട്ട് ലോ വോൾട്ടേജ് വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഷാൾ ബി അഡ്ജസ്റ്റഡ്. ലോ വോൾട്ടേജ് വൈൻഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് so that the full load secondary current flows through the secondary winding of the transformer. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഫുൾ ലോഡ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, പ്രൈമറി വൈൻഡിങ്ങിൽ ലോ കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. The transformers are switched on shall be tested for raise in the temperature to ascertain the class of insulation. നമ്മൾ ട്രാൻസ്ഫോമർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇൻസുലേഷൻ ക്ലാസ് ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണത്.